തൃശ്ശൂരിൽ എന്ന് പറയുന്നത് NDAയുടെ ഒരു സീറ്റ് ഉറപ്പിച്ച മട്ടിലുള്ള പോക്കാണ്. സുരേഷ് ഗോപി 15,000-ലധികം വോട്ടുകൾക്ക് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് തൃശ്ശൂരിൽ കാണാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും. കാരണം നമ്മൾ ഏറ്റവും നോക്കിക്കൊണ്ടിരിക്കുന്ന മണ്ഡലങ്ങൾ, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മണ്ഡലങ്ങളിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു മണ്ഡലം തന്നെയാണ് തൃശ്ശൂർ. അവിടെ ആദ്യത്തെ നില നമ്മൾ പ്രതീക്ഷിച്ചെങ്കിലും ശരിക്കും പറഞ്ഞാൽ സുരേഷ് ഗോപിയാണ് മുന്നിട്ട്. അതെ, ഇടയ്ക്ക് ഒരു വട്ടം VS സുനിൽകുമാർ മുന്നിലേക്ക് വന്നിരുന്നു. പക്ഷേ വീണ്ടും അദ്ദേഹം പിന്നോട്ട് പോയി. സുരേഷ് ഗോപി ഇപ്രാവശ്യം തൃശ്ശൂർ എടുക്കും എന്നൊരു പ്രതീതി തന്നെ അദ്ദേഹം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂരിൽ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വേണം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അദ്ദേഹം നിലയിലാണ് അദ്ദേഹത്തിന്റെ ലീഡ് നില മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ പിന്നെ പറയുന്നത് K മുരളീധരന്റെ കാര്യമാണ്. വടകരയിൽ നിന്ന് തൃശ്ശൂർ വന്ന് മത്സരിച്ച അച്ഛന്റെ തട്ടകമാണ്, K കരുണാകരന്റെ തട്ടകമാണ് തൃശ്ശൂര്. എന്നാലും അദ്ദേഹത്തിന് ഒന്നും തന്നെ അവിടെ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത മണ്ഡലം എന്ന് പറയുന്നത് ആലത്തൂരാണ്. ആലത്തൂരായിരിക്കാം ഇപ്രാവശ്യം മിക്കവാറും ഇടതിന്റെ കനലൊരു തടിയെന്ന് നമുക്ക് പറയാം. കാരണം അവിടെ മാത്രമാണ് ഇപ്പോൾ ഇടതുപക്ഷം ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. K രാധാകൃഷ്ണൻ, മന്ത്രി കൂടിയായ K രാധാകൃഷ്ണനാണ് സ്ഥാനാർത്ഥി. രമ്യ ഹരിദാസ് ആണ് അവിടുത്തെ സിറ്റിംഗ് MP, UDF സ്ഥാനാർത്ഥിയും കൂടിയാണ് അവർ. പക്ഷേ K രാധാകൃഷ്ണനാണ് ലീഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും LDFന് ആകെ കനൽക്കട്ടയായിട്ട് നിൽക്കുന്ന ഒരേ ഒരു മണ്ഡലമാണ് ഇപ്പോൾ ആലത്തൂർ എന്ന് പറയുന്നത് നിൽക്കുന്നത്. കാരണം നമുക്ക് കേരളത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ കാവി കാണാൻ പറ്റുന്നുണ്ട്, നീല കാണാൻ പറ്റുന്നുണ്ട്, ചുവപ്പ് ഒരു സ്ഥലത്ത് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഇടതുപക്ഷം വലിയൊരു തിരിച്ചടിയാണ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. അങ്ങനെ K രാധാകൃഷ്ണനിലൂടെ ഒരു സീറ്റെങ്കിലും ഇടതുപക്ഷം ഇപ്രാവശ്യം കൈവശം എടുത്തു എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതെ, പ്രതീക്ഷ എന്ന് പറയാൻ പറ്റുള്ളൂ. അടുത്തത് പാലക്കാടായിരിക്കും. പാലക്കാട് എനിക്ക് തോന്നുന്നു ശ്രീകണ്ഠൻ, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായ ശ്രീകണ്ഠൻ, NK ശ്രീകണ്ഠൻ തന്നെയാണ് ഇപ്പോഴും മുന്നിട്ട് നിൽക്കുന്നത്. അവിടെ അത്യാവശ്യം ലീഡുണ്ട്, പുലർത്തുന്നുണ്ട്. A വിജയരാഘവനാണ് അവിടുത്തെ CPM സ്ഥാനാർത്ഥി. അദ്ദേഹം ഇടയ്ക്ക് തുടക്കത്തിൽ എപ്പോഴൊക്കെയോ മുന്നിൽ നിന്നിരുന്നു, പിന്നീട് പോയി. ഭയങ്കര ജനകീയനായ ഒരു നേതാവാണ് പാലക്കാടിനെ സംബന്ധിച്ച VK ശ്രീകണ്ഠൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ലീഡ് അങ്ങനെ തന്നെ പോകുമെന്നാണ് തോന്നുന്നത്. ആ നിലയിൽ തന്നെ മുന്നിട്ട്, കാരണം വലിയ വ്യത്യാസമൊന്നും ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല. ചെറിയ തോതിൽ കയറി ഇറങ്ങി നിൽക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ വലിയ വ്യത്യാസങ്ങളൊന്നും ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. അടുത്തത് പൊന്നാനിയാണ്. പൊന്നാനി എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ ഒരു കോട്ടയാണ്. അവിടെ ഡോക്ടർ MP അബ്ദുൾ സമദ് സമദാനിയാണ് ഇപ്പോൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അവിടെ പിന്നെ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, കാരണം അദ്ദേഹം ലീഡ് നില വളരെയധികം തുടക്കം മുതൽ തന്നെ ഒരു വലിയൊരു ലീഡ് പുലർത്തുന്ന ഒരു നേതാവാണ് അബ്ദുൾ സമദ് സമദാനി എന്ന് പറയുന്നത്. ഇപ്രാവശ്യം ഈ KS ഹംസ വന്നതുകൊണ്ട് അദ്ദേഹം പണ്ട് മുസ്ലിം ലീഗിലായിരുന്നു. അദ്ദേഹം ആണ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി വന്നത്. എന്നാലും അദ്ദേഹത്തിന് കാര്യമായി ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് പൊന്നാനിയിലുള്ളത്. ഇല്ല, പൊന്നാനി അങ്ങനെ മുസ്ലിം ലീഗിന്റെ കോട്ടയാണ്, അത് പൊളിച്ചടക്കം പറ്റില്ല. അടുത്തത് മലപ്പുറമാണ്, അടുത്ത മുസ്ലിം ലീഗിന്റെ കോട്ട എന്ന് പറയാം. അവിടെ V വസീഫ് എന്ന ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി വന്നതെങ്കിലും ET മുഹമ്മദ് ബഷീർ തന്നെയാണ് മലപ്പുറത്ത് മുന്നിട്ട് നിൽക്കുന്നത്. അത്യാവശ്യം ലീഡ് നില ഉയർത്തുന്നുണ്ട്. അതെ, 2 സ്ഥാനാർത്ഥികളാണ് മുസ്ലിം ലീഗിന് ഇപ്രാവശ്യം മത്സരിക്കുന്നത്. അവർ രണ്ടുപേരും തന്നെ നല്ല രീതിയിൽ വോട്ടുകൾ സമ്പാദിച്ചുകൊണ്ട് മുന്നിൽ തന്നെയാണ് നിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് കോഴിക്കോട് മണ്ഡലത്തിലേക്ക് നോക്കാം. കോഴിക്കോട് മണ്ഡലത്തിൽ നോക്കുമ്പോൾ ആരാണ് ശില്പ മുന്നോട്ട് നിൽക്കുന്നത്? അവിടെ ഇപ്പോൾ സിറ്റിംഗ് MP-യും UDF സ്ഥാനാർത്ഥിയുമായ MK രാഘവൻ തന്നെയാണ് കോഴിക്കോട് മുന്നിട്ട് നിൽക്കുന്നത്. LDFന് ചാൻസ് നില ഇല്ല എന്ന് പറയാം. എളവരങ്കടിയുമാണ് ശക്തനായ സ്ഥാനാർത്ഥി തന്നെയാണ്. എന്നാലും അദ്ദേഹത്തിന് ഒരു ചാൻസ് കുറവാണ്. രാഘവേട്ടൻ എന്ന് പറയുന്നത് കോഴിക്കോട്ടുകാർക്ക് അത്രയും പ്രിയപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് ലീഡ് നില അദ്ദേഹം മുൻനിർത്തുന്നുണ്ട്. അതുകൊണ്ട് MK രാഘവൻ തന്നെ ആയിരിക്കാം കോഴിക്കോട് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും. അടുത്ത മണ്ഡലം എന്ന് പറയുന്നത് വയനാടാണ്. വയനാട് ദേശീയ ശ്രദ്ധ നേടുന്ന മണ്ഡലമാണ്. കാരണം രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന മണ്ഡലമാണ്. അവിടെ രാഹുൽ ഗാന്ധി തന്നെയാണ് ലീഡ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ വട്ടത്തിന്റെ ആ ഇലക്ഷൻ റിപ്പോർട്ട് നോക്കിയാൽ തന്നെ കാണാം, സ്റ്റാർട്ടിംഗ് മുതൽ തന്നെ അദ്ദേഹത്തിന് നല്ലൊരു ലീഡ് നില ഉണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, വലിയ മാറ്റങ്ങളൊന്നും നമുക്ക് അവിടെ കാണാൻ സാധിക്കില്ല. ആനി രാജ എന്ന് പറയുന്നത് CPIയുടെ വളരെ ശക്തിയായ നേതാവാണ്. പക്ഷെ ആനി രാജയ്ക്കും രാഹുൽ ഗാന്ധിക്കും മുന്നിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം. K സുരേന്ദ്രൻ എന്ന BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുന്നുണ്ട്. അദ്ദേഹത്തിനും അവിടെ ഒന്നും ചെയ്യാനില്ല. രാഹുൽ ഗാന്ധി തന്നെയാണ് വയനാട്. നമുക്കപ്പം വേറൊന്നും ഉറ്റു നോക്കേണ്ട ആവശ്യമില്ല, നീല നിറം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്തത് വടകരയാണ്. വടകര എന്ന് പറയുന്നത് ഇക്കൊല്ലത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പൾസ് ഏറ്റവും കൂടുതൽ അറിഞ്ഞ മണ്ഡലങ്ങളിൽ ഒന്നാണ് വടകര എന്ന് പറയുന്നത്. അവിടെ ഷാഫി പറമ്പിൽ എന്ന കോൺഗ്രസ് നേതാവ് തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. KK ശൈലജ ടീച്ചർ
വളരെ പിന്നിലാണ്. വളരെ പിന്നിലാണ്, മറഞ്ഞു നിൽക്കുന്നത് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം കേരളം ഒട്ടടങ്കി നോക്കി നിൽക്കുന്ന ഒരു മണ്ഡലമാണ് നമ്മുടെ വടകര മണ്ഡലം എന്ന് പറയുന്നത്. അപ്പോ കെ ശൈലജ ടീച്ചർ വളരെ ശക്തിയായ ഒരു നേതാവാണ്. ടീച്ചർ തോൽക്കുക എന്ന് പറയുന്നത് എല്ലാവരെയും സംബന്ധിച്ചും വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. എന്നാലും ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന അത്രയും ജനകീയനായ നേതാവിന്റെ മുന്നിൽ ടീച്ചർ വൻമരം എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ലീഡ് നില അദ്ദേഹം ഉയർത്തുന്നുണ്ട്. അത്രയും ജനപിന്തുണയും അദ്ദേഹത്തിനുണ്ട്. രണ്ടുപേരും ജനകീയരാണ്. ശൈലജ ടീച്ചറും ഷാഫി പറമ്പിലും ജനകീയരാണ്. പക്ഷെ ഷാഫി പറമ്പിലാണ് വടകരയ്ക്കൊപ്പം. വടകരക്കാർ ഷാഫി പറമ്പിലിനൊപ്പമാണെന്ന് നമുക്ക് പറയാം. തീർച്ചയായും. അതെ. അടുത്തത് കണ്ണൂരാണ്. കണ്ണൂരിൽ വളരെ ശക്തമായ മത്സരം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവിടുത്തെ സിറ്റിംഗ് എംപിയും കോൺഗ്രസിന്റെ അധ്യക്ഷൻ കൂടിയായ കെ സുധാകരനാണ് ഇപ്പോൾ അവിടെ മുന്നിട്ട് നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കണ്ണൂർ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റിന്റെ ഒരു കോട്ട തന്നെയാണ്. അതായത് LDF-ന്റെ ചുവപ്പ് നിറം തന്നെ ഒരു കോട്ടയാണ്. പക്ഷേ കഴിഞ്ഞ വട്ടം നമുക്ക് നോക്കുമ്പോൾ നീല നിറമാണ് അവിടെയും തുടങ്ങിയത്. ഇപ്പോൾ തന്നെ MP ജയരാജൻ അദ്ദേഹത്തിന് അധികം എന്ന് പറയാനായിട്ട്, കാരണം കെ സുധാകരൻ അത്യാവശ്യം ലീഡ് നില ഉയർത്തുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്, അതായത് MP ജയരാജനും കണ്ണൂരുകാരെ സംബന്ധിച്ച് വളരെ എത്തത്തില്ല. കാരണം അത്രയും ലീഡ് നില മാറുന്നുണ്ട്. കണ്ണൂർ സുധാകരൻ തന്നെ അത് എടുക്കുമെന്നാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും അതിൽ ലീഡ് നില നമുക്ക് കാണുമ്പോൾ തോന്നുന്നത് എന്തായാലും കണ്ണൂര് കെ സുധാകരൻ തന്നെയാണ്. ഭദ്രമായിരിക്കും. ഇനി അവസാനത്തെ മണ്ഡലമാണ് കാസർഗോഡ്. കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെയാണ്. സിറ്റിംഗ് MP കൂടിയായ രാജ്മോഹൻ ഉണ്ണിത്താനാണ് കോൺഗ്രസിന്റെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കാസർഗോഡ് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. കാരണം രാജ്മോഹൻ ഉണ്ണിത്താൻ ആദ്യം മുതൽ തന്നെ ലീഡ് നില ഉയർത്തുന്ന വ്യക്തിയാണ്. വലിയ വ്യത്യാസമൊന്നും അവിടെ വരാൻ. MP ബാലകൃഷ്ണൻ എന്ന ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിക്ക് ഒന്നും ചെയ്യാൻ ഇല്ലാത്തൊരു മണ്ഡലമായിരുന്നു കാസർഗോഡ് എന്ന് പറയുന്നത്. കാസർഗോഡ് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോ LDF-ന്റെ ഒരു കോട്ടയും ആണെങ്കിൽ പറയാം കാസർഗോഡ്. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുതൽ രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെയാണ് കാസർഗോഡ് ഉള്ളത്. വളരെ വലിയ മാറ്റങ്ങളാണ് ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വട്ടമായാലും ഈ വട്ടം പക്ഷെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടുള്ള തിരഞ്ഞെടുപ്പിന്റെ പരിശ്രമങ്ങളൊക്കെ നടന്നിരുന്നു. പക്ഷേ എല്ലാം വിഫലമാവുന്ന ഒരു അവസ്ഥ. എന്തായാലും കേരളത്തെ നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 17 സീറ്റുകളിൽ UDF തന്നെയാണ് ഇപ്പോൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു സീറ്റിൽ മാത്രമാണ് ഒരു സീറ്റിൽ മാത്രം LDF, 2 സീറ്റിൽ NDA. അതെ, BJP ഇത്തവണ കേരളത്തിൽ ഒരു സീറ്റ് ഉറപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. സുരേഷ് ഗോപി അദ്ദേഹം തൃശ്ശൂരിൽ നല്ലൊരു സ്ഥാനം, അദ്ദേഹത്തിന്റെ സ്ഥാനം അദ്ദേഹം ഉറപ്പിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരം നമുക്ക് രാജീവ് ചന്ദ്രശേഖർ എന്താകും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു.